നിരന്തരം ദൈവത്തോട് ചേർന്നിരുന്നാണ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ നമ്മൾ ബലപ്പെടുത്തിയെടുക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. സിനിമ കണ്ടാൽ പരിശുദ്ധാത്മാവ് ബലപ്പെടില്ല. സീരിയൽ കണ്ട പരിശുദ്ധാത്മാവ് ബലപ്പെടുമെങ്കിൽ അത് കണ്ടാൽ മതി. വീഡിയോ ഗെയിം കളിച്ചാൽ, കുറച്ച് മദ്യപിച്ചാൽ, പുകവലിച്ചാൽ പരിശുദ്ധാത്മാവ് ബലപ്പെടുമെങ്കിൽ അത് ചെയ്താൽ പോരെ. ഇതൊന്നും ചെയ്താൽ പരിശുദ്ധാത്മാവ് ബലപ്പെടില്ല, ആത്മാവിന് അഭിഷേകം കിട്ടില്ല. അപ്പോ എങ്ങനെയാണോ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തേണ്ടത്, ആത്മാവിനെ അഭിഷേകം ചെയ്യേണ്ടത്, ആത്മാവിൽ കരുത്തുള്ളവരായി നമ്മൾ മാറേണ്ടതെന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൽ വസിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കണ്ടോ, ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വചനം കേട്ട് അത് ജീവിതത്തിൽ പാലിക്കുന്നവരായി പോകുമ്പോഴാണ് നമ്മളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നത്, ആത്മാവ് വസിക്കുന്നത്. അതിലേക്കാണ് ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടത്.